ഇന്ന് നല്ല അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ നല്ല ഫ്ലഫി ആയിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞ മാത്രം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും 1/4 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. അതിനുശേഷം മുട്ടയുടെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 3 പ്രാവശ്യമായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് കിട്ടണം, എന്നാലേ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ നെയ്യ് പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തൊന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ചൂടായ കുക്കറിലേക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതിലേക്ക് വെച്ച് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 45 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോഴും നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.